ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി കണ്ടാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതൊക്കെ മീൻ കറിയാണേ. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 20ഓളം ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് ഇതേപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി എല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് നല്ലതുപോലെ മാറി വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി നല്ലതുപോലെ മിക്സിയിലേക്ക് ഇട്ടൊന്ന് അരച്ച് അതിൻ്റെ പ്യൂരി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഈ മസാല ഒന്ന് പിടിച്ചു വരുന്ന സമയത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 4 പീസ് കുടംപുളി ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു തിള വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചൂര മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അയലയോ ഏത് മീനും ആണെങ്കിലും എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിരിക്കും ഇതുപോലെ ഒന്ന് കറി വയ്ക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം കണ്ടല്ലോ, നമ്മുടെ മീൻ കറിയെല്ലാം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. നമ്മുടെ കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ തന്നെ ഇന്ന് കഴിക്കുന്നതിനേക്കാളും നമ്മൾ ഈ കറി വെച്ചിട്ട് അത് പിറ്റേ ദിവസം എടുക്കുമ്പോഴായിരിക്കും അതിന് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.